ഹലോ എവ്രി വൺ, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ട്രാവൽ വ്ളോഗുമായിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ട്രാവൽ ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് മൂകാംബിക ടെമ്പിളാണ്. അപ്പോൾ ഞാനും പ്രാർത്ഥനയുമാണ് കൊച്ചിയിൽ നിന്ന് ജോയിൻ ചെയ്യുന്നത്. അപ്പം അമ്മയും കുഞ്ഞമ്മയും അമ്മുമ്മയും കേശുവും നാട്ടിൽ നിന്ന് ഓൾറെഡി ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് ജോയിൻ ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ പോയത് നേത്രാവതിയിലാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് 1:30 എനിക്ക് ആലുവയിൽ നിന്ന്. ആൻഡ് ഫ്രം കൊല്ലം ഇറ്റ്സ് ലൈക്ക് 10:30 ആ ഒരു ടൈമിംഗ് ആയിരുന്നു കൊല്ലത്തുനിന്ന് ട്രെയിൻ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ AC ആയിരുന്നു ബുക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. സോ മൂകാംബിക ടെമ്പിൾ എന്ന ലൈക്ക് അമ്പലത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ദിസ് വാസ് മൈ സെക്കൻഡ് ടൈം ഗോയിങ് ദർ. നല്ലൊരു ആശ്വാസവും നല്ലൊരു പോസിറ്റിവിറ്റിയും ഒക്കെ നമുക്ക് കിട്ടണ ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള ഓരോ ആൾക്കാരുടെയും ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനമുള്ള ഒരു ദേവീക്ഷേത്രമാണ്. നമ്മുടെ കർണാടകയിലെ കൊല്ലൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് നമ്മുടെ മൂകാംബിക ക്ഷേത്രമുള്ളത്. അവിടെ നമ്മുടെ ജ്ഞാനത്തിൻ്റെ ദേവിയായ സരസ്വതിയും അതുപോലെ സമ്പത്തിൻ്റെ ദേവിയായ ലക്ഷ്മിയെയും ശക്തിയുടെ പ്രതീകമായ ദുർഗാദേവിയുടെയും ഒരു ഐക്യസ്വരൂപമായിട്ടാണ് ദേവിയെ അവിടെ ആരാധിക്കുന്നത്. അവിടെ നമുക്ക് അറിയാം പ്രകൃതിയുടെ പച്ചപ്പും മലനിരകളുടെ നിശബ്ദതയും ഒക്കെ എല്ലാം കൂടെ ആയിട്ടൊരു ഡിവൈൻ സ്പേസിലാണ് ഈ ഒരു അമ്പലം ഉള്ളത്. അപ്പോൾ അവിടെ നമ്മൾ എത്തുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി എപ്പോഴും നമുക്ക് കിട്ടും. ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് 2 തവണ വിസിറ്റ് ചെയ്തപ്പോഴാണെങ്കിലും ഒരേ അനുഭവങ്ങളാണ് ഉണ്ടായത്. അപ്പം വർഷങ്ങളായിട്ട് ലക്ഷക്കണക്കിന് ഭക്തരുടെ വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും കേന്ദ്രമായി തന്നെ നിലകൊള്ളുന്ന ഒരു അമ്പലമാണ് നമ്മുടെ മൂകാംബിക. ആൻഡ് അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ഏറ്റവും കൂടുതൽ മലയാളികളാണ് അവിടെ നമ്മൾക്ക് എപ്പോഴും കാണാനായിട്ട് പറ്റുന്നത്. നമ്മുടെ വിദ്യാരംഭത്തിനായിട്ട് കുഞ്ഞുങ്ങളെ ആദ്യമായി എഴുത്തിനിരുത്താൻ എത്തുന്ന മാതാപിതാക്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് മൂകാംബിക ക്ഷേത്രം എന്ന് പറയുന്നത്. പഠന വിജയം, അതുപോലെ കുടുംബ സൗഖ്യം, തൊഴിൽ പുരോഗതി, മാനസിക ശാന്തി, ഇങ്ങനെ ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഭക്തർ ഇവിടെ പ്രാർത്ഥിക്കാൻ എത്തുന്നുണ്ട്. നമ്മുടെ യാത്ര ആക്ച്വലി ഒരു 7 മണി വരെയൊക്കെ സ്മൂത്തായിരുന്നു. അതിനുശേഷം നമ്മുടെ പ്രാർത്ഥന ഒരു കാരണവശാലും ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. ഞാനും അമ്മയും കേശുവും ഞങ്ങൾ 3 പേരും മാറി മാറി ബേബി സിറ്റ് ചെയ്തിട്ടും പ്രാർത്ഥനയ്ക്ക് ഒരു ഇതും ഉണ്ടായിരുന്നില്ല. അവൾ ഉറങ്ങുകയില്ല, അവൾ ആരും ഉറക്കവും ഇല്ല. അപ്പോൾ ബാക്കിയുള്ളവരുടെ ഉറക്കത്തിന് ഡിസ്റ്റർബൻസ് വരുമെന്നല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പുറത്തുമൊക്കെ കൊണ്ടുപോയി വാഷ്റൂമിൻ്റെയൊക്കെ ഫ്രണ്ടിലൊക്കെ നിർത്തി. ആൾ പിന്നെ അങ്ങ് നിർബന്ധമായിരുന്നു. നോർമലി മേ ബി ഈ ലോങ് ട്രാവൽ ആയതുകൊണ്ടായിരിക്കും ആൾക്ക് ഇത്രയും ബുദ്ധിമുട്ട് വന്നത്. സാധാരണ ഇത്രയും ഇതാവാറില്ല. എന്തായാലും നമ്മൾ ഒരു 1:30, 2 o'clock ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ബൈന്ദൂരെത്തി. ബൈന്ദൂർ മൂകാംബിക റോഡാണ് നമ്മുടെ സ്റ്റേഷൻ എന്ന് പറയുന്നത്, നിയറസ്റ്റ് സ്റ്റേഷൻ. ആൻഡ് കുന്താപുര എന്ന് പറയുന്ന സ്റ്റേഷനും നിയറസ്റ്റ് ആണ്, പക്ഷെ കുറച്ചും കൂടെ കമ്പയർഡ് ടു ബൈന്ദൂർ കുറച്ചും കൂടെ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പം നമ്മൾ അവിടുന്ന് ഒരു ടാക്സി ബുക്ക് ചെയ്ത് പോവുകയാണ് മൂകാംബികയിലോട്ട്. സോ നമ്മുടെ ജേണി മൂകാംബിക അമ്പലത്തിലേക്ക് ഉള്ളത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ആൻഡ് അറ്റ് ലാസ്റ്റ് ഒരു 1 hour ജേണിക്ക് ശേഷം നമ്മൾ അമ്പലത്തിൻ്റെ നടയിലെത്തി. ആൻഡ് ഇത് ഈ വീഡിയോ കാണുന്ന ഇപ്പം നിങ്ങൾ സ്ത്രീകൾ മാത്രമായിട്ടാണ് പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ നിങ്ങൾ രാവിലെ അവിടെ എത്തുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുന്നതായിരിക്കും. കാര്യം ഇത് മിഡ് നൈറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ ഈ ഒരു ടൈമിൽ സഞ്ചരിക്കാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രാവിലെ ആയിരിക്കും. പക്ഷെ എപ്പോഴും വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിക്കൊണ്ടേയിരിക്കും. സോ അതിന് വരീഡ് ആവേണ്ട ആവശ്യമില്ല. ആൻഡ് അതിനുശേഷം നമ്മൾ റൂമിലേക്ക് പോകാനായിട്ട്, അപ്പോൾ ഈ കാണുന്ന അമ്പലമാണ് നമ്മുടെ മൂകാംബിക ക്ഷേത്രം എന്ന് പറയുന്നത്. ഇതിപ്പോൾ നൈറ്റ് വ്യൂ ആണ്. ആൻഡ് നമ്മൾ ഈ ക്യൂവിൽ നിന്നിട്ടാണ് ദർശനത്തിൽ പോകുന്നത്. അപ്പോൾ നമ്മൾ ബാക്കി വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.